Hi, my topic is Fundamentals of Generative Adversarial Network (JNS). My name is Nandana. What is JN? It is a type of machine learning model. There consists of two neural network. There are generator and discriminator. Generator create fake data. Generator fake data create ചെയ്യുന്നതാണ്. For example, image എന്ന രീതിയിൽ. ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിമിനേറ്റർ യൂസ് ചെയ്യുന്നത്. ഹൗ ഡസ് എ work? Generator take random input and generate fake data. Goal എന്ന് പറയുന്നത് fool the discriminator into thinking the data is real. Discriminator look at real and fake data, learn to distinguish between the two, training the generator improved to create more realistic data. The discriminator get better to detecting fakes. ഇതാണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ റാൻഡം നോയ്സ് എന്ന ജനറേറ്ററിൽ പോകും, പിന്നെ അതിൻ്റെ ഡിസ്ക്രിമിനേറ്റർ റിയൽ ഓർ ഫേക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. കീ കോമ്പണൻസ് നോയ്സ്, റിയൽ ഡാറ്റ, ലോസ് ഫങ്ഷൻ. അതിപ്പോൾ നമ്മൾ ആർക്കിടെക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോയ്സും റിയൽ ഡാറ്റയും ലോസ് ഫങ്ഷനൊക്കെ. നോയ്സ് എന്ന് പറയുന്നത് റാൻഡം ഇൻപുട്ട് ഫോർ ദി ജനറേറ്റർ ടു ക്രിയേറ്റ് ഡാറ്റ. റിയൽ ഡാറ്റ എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റ യൂസ് ടു ട്രെയിൻ ദി ഡിസ്ക്രിമിനേറ്റർ. ലോസ് ഫങ്ഷൻ എന്ന് പറയുന്നത് മെഷേഴ്സ് ഹൗ വെൽ ദി ജനറേറ്റർ ആൻഡ് ഡിസ്ക്രിമിനേറ്റർ ടു പെർഫോം. ആപ്ലിക്കേഷൻ ഓഫ് ജാൻ എന്ന് പറയുന്നത് ഇമേജ് ജനറേഷൻ, ഇമേജ് ടു ഇമേജ് ട്രാൻസ്ലേഷൻ, വീഡിയോ ആൻഡ് മ്യൂസിക് ജനറേഷൻ, ഡാറ്റ അഗ്മെൻറ്റേഷൻ. ഇമേജ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് റിയലിസ്റ്റിക് ഇമേജ്. ഫോർ എക്സാമ്പിൾ ഫേസ് ആർട്ട്, ആ രീതിക്ക് പോകുന്ന ഒരുപാട്, ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇമേജ് ടു ഇമേജ് ട്രാൻസ്ലേറ്റിംഗ് എന്ന് പറയുന്നത് വൺ ഇമേജ് കൺവേർട്ടഡ് ടു അനദർ ഇമേജ്. അതാണ് എക്സാമ്പിൾ സ്കെച്ചസ് ടു ഫോട്ടോസ്, വീഡിയോ ആൻഡ് മ്യൂസിക് ജനറേഷൻ ടു providing create content. And other one is generating additional data for training. Challenges in JN: training instability, difficult to balance the generator and discriminator, and mode collapse, create limited variance of data, high computational cost, require significant resources to train. Why are GANs important? GANs are powerful tool for creating realistic synthetic data. They helped in field like gaming, design, healthcare and AI research. And thank you. ഫസ്റ്റ് ഓഫ് ഓൾ JN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണുള്ളത്, ന്യൂറൽ നെറ്റ്വർക്കാണുള്ളത്. ഒന്ന് ജനറേറ്ററും ഡിസ്ക്രിമിനേറ്ററും ആണുള്ളത്. ജനറേറ്റർ എന്ന് പറയുന്നത് ജനറേറ്റർ ഫേക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനും, ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.